ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. എക്കണോമിക്സിന്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അഥവാ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ? അവ ഏതൊക്കെയാണ്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും മൂന്നാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വും ടു പ്രൊഡ്യൂസ്. ഇത് മൂന്നാണ് അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളാണ്, റിസോഴ്സസ് ആണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗമുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ കിട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും മറ്റുള്ള ജനങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പ്രധാനമായിട്ടുള്ള കാരണം. അതായത് അൺലിമിറ്റഡ് ആൺസ് ബട്ട് ലിമിറ്റഡ് റിസോഴ്സസ് എന്നാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടുതലാണ്, എന്നാൽ ഇവിടെ ഉള്ള വിഭവങ്ങൾക്കൊരു പരിമിതിയുണ്ട്. അതായത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? അൺലിമിറ്റഡ് വാൺസ് ആണ്, ജനങ്ങളുടെ ആവശ്യകത കൂടുതലാണ്. ബട്ട് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, എന്നാൽ വിഭവങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ചില വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. ഇതൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം. അതായത് ജനങ്ങൾ കിട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നവർ കൂടുതലായിട്ട് വാങ്ങി ഉപയോഗിക്കുകയും കിട്ടാത്ത ആളുകൾക്ക് ഒരിക്കലും കിട്ടാത്തൊരവസ്ഥയും വരികയാണ്. അതിൽ ഒന്നാമത്തെ പ്രശ്നം അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പ്രശ്നങ്ങൾ ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ. അപ്പം നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലേ? എവറി സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. എല്ലാ സൊസൈറ്റിക്കും വലിയ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും ഒരുപാട് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ സിൻസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ആൾ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസ് കനോട്ട് ബി പ്രൊഡ്യൂസ്. എല്ലാ സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ വിഭവങ്ങൾ വളരെ ചുരുക്കമുള്ളൂ. അതായത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അപ്പം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിയില്ല. Therefore it has decided what type of goods should be produced. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഏത് ടൈപ്പിൽ ഏത് സാധനമാണ് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എന്താണെന്ന് നമ്മൾ നോക്കണം. എന്തായിരിക്കും ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്? ഇപ്പം നമ്മൾ നോക്കുകയാണ്, പ്രധാനമായിട്ട് രണ്ട് സാധനങ്ങൾ നമ്മൾ പരിഗണിക്കുന്നത് വിചാരിക്കുക. ഒന്നാമത്തെ ഫുഡ്, രണ്ട് ഡിഫൻസ്. നമ്മുടെ രാജ്യത്ത് അടിസ്ഥാനപരമായിട്ട് വേണ്ട എന്താണ്? ഫുഡും വേണം, ഭക്ഷണം വേണം, എന്നാൽ ഡിഫൻസ് ആയുധങ്ങളും വേണം. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതാണോ ഇപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്? ഇപ്പോൾ യുദ്ധമാണ് വരുന്ന സമയത്തെങ്കിൽ നമുക്ക് ആയുധത്തിനായിരിക്കണം കൂടുതൽ ഉള്ള വിഭവങ്ങളൊക്കെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ജനങ്ങൾ പട്ടിണി ദാരിദ്ര്യമാണെങ്കിൽ നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കണം? ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ജനങ്ങൾക്ക് ഫുഡാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണെന്ന് പറഞ്ഞു. ജനങ്ങൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തുകയും അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന് വേണ്ട സാധനങ്ങൾ ഏതാണെന്ന് നോക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫുഡോ അല്ലെങ്കിൽ ഡിഫൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓർ എൻ്റർടൈൻമെൻറ്റ്, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണോ അല്ലെങ്കിൽ വിനോദത്തിന് പ്രാധാന്യം കൊടുക്കണോ? അപ്പം ഇതിലേതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് എന്നതുകൊണ്ട് അർത്ഥമാകും. എന്ത് ഉൽപ്പാദിപ്പിക്കണം, രാജ്യത്ത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ആദ്യം കണ്ടെത്തിയ ശേഷം വാട്ട് ക്വാണ്ടിറ്റീസ്, അതിന് അളവ് കൂടി നമ്മൾ പരിഗണിക്കണം. ഏത് അളവിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്ര സാധനങ്ങൾ നമ്മളോട് ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ. കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് വീണ്ടും ബാക്കി വരികയാണെങ്കിൽ സാധനം അത് വേസ്റ്റായി പോകാൻ കാരണമാകും. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. വാട്ട് ക്വാണ്ടിറ്റീസ് അതും കൂടി നമ്മളവിടെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഏത് അളവിൽ നിന്നാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? എവറി സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സിൻസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ആൾ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണെന്ന് പറഞ്ഞു. എന്നാൽ റിസോഴ്സ് വളരെ തുച്ഛമായിട്ട് റിസോഴ്സ്, വളരെ കുറച്ച് റിസോഴ്സ് മാത്രമേ, വിഭവങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. അല്ലെങ്കിൽ എല്ലാ റിസോഴ്സും നമുക്ക് ലഭ്യമല്ല. ആൾ ദീസ് ഗുഡ്സ് ആൻഡ് സർവീസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്.
അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തീരുമാനിക്കണം ഏത് തരത്തിലുള്ള ഫുഡാണ് നമ്മളുടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗുഡ്സാണ്, സാധനങ്ങളാണ് ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന്. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് ഓർ ഡിഫൻസ്, ഭക്ഷണത്തിന് വേണ്ടിയോ ഡിഫൻസ് പ്രതിരോധത്തിന് വേണ്ടിയോ, എഡ്യൂക്കേഷൻ ഓർ എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയാണെങ്കിൽ അതിൽ ഏതാണ് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം അതിന് അളവ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ക്വാണ്ടിറ്റീസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ, ഏത് അളവിൽ എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലം, ഒരു സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന പ്രശ്നങ്ങൾ രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, അഥവാ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഉൽപ്പാദനത്തിന് വേണ്ടി ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞുള്ളത്. അപ്പം പ്രധാനമായിട്ടും 2 രീതിയിലെ ടെക്നിക്ക് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഇപ്പം ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച് അത് കഴിഞ്ഞ് ഏത് രീതിയാണെന്നും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് ആർക്കും തൊഴിലില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ജനങ്ങൾക്ക് എന്ത് വേണം, തൊഴിൽ വേണം. ഇനി ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലുണ്ട് ഇല്ല, എന്താണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് വേണ്ടത്, പെട്ടെന്ന് വിഭവങ്ങൾ ലഭിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫുഡ് കിട്ടണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമെങ്കിൽ നമ്മളെന്താണ് അവിടെ പെട്ടെന്നുള്ള ഉൽപ്പാദനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ യന്ത്രങ്ങളും മറ്റും ഉപയോഗിച്ചുള്ള ഉൽപ്പാദനത്തിനാണ് നമുക്ക് സാധിക്കുള്ളൂ. അതിന് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ട് 2 രീതി, മെത്തേഡ്സ് ഓഫ് ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ ആണ്. 2 രീതിയിലുള്ള ടെക്നിക്കാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിൽ എന്താണ് കൂടുതൽ തൊഴിലാളികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കുറഞ്ഞ എന്താണ് ടെക്നോളജിക്കും. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിലാണ് എന്താണ് പറഞ്ഞത്, ടെക്നോളജിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ എന്താണ് അവിടെ തൊഴിലാളികൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് വളരെ കുറച്ച് മാത്രം ഉണ്ടായിരിക്കണം. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിൽ എന്താണ് എല്ലാവർക്കും തൊഴിലും കിട്ടും, ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉൽപ്പാദിപ്പിക്കാനൊക്കെ കഴിയും, എന്നാൽ കുറച്ച് ടൈം എടുക്കും. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിൽ ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉൽപ്പാദനം കിട്ടും, കൂടുതൽ യന്ത്രങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഹൗ ടു പ്രൊഡ്യൂസ്. ഇനി മൂന്നാമത് ഫോർ whom ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത് ഫോർ whom ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്, അതായത് നമ്മളിപ്പം ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ജനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ഔട്ട്പുട്ട്, അതിൽ കിട്ടിയ വരുമാനം, രാജ്യത്തിന് കിട്ടിയ വരുമാനം ജനങ്ങൾക്ക് വിതരണം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പാദന ഘട്ടത്തിൽ ലാൻഡ് കൊടുത്ത് സഹായിച്ചവർ അല്ലെങ്കിൽ ഭൂമി കൊടുത്തവർക്ക് എന്താണ് ലാൻഡിന് റെന്റ് കിട്ടും. ലേബർ ആണെങ്കിൽ തൊഴിലാളി എന്ന തൊഴിൽ ചെയ്തെടുത്ത ആൾക്കാർക്കാണെങ്കിൽ അതിന് കൂലി കിട്ടും, വേജ് കിട്ടും. ക്യാപിറ്റൽ മൂലധനം കൊടുത്തതാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് അഥവാ പലിശ കിട്ടും. ഓർഗനൈസേഷന് സംഘാടനം അതിൽ ഷെയർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് അപ്പം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ അല്ലെങ്കിൽ കിട്ടിയ വരുമാനം അല്ലെങ്കിൽ കിട്ടിയ ഔട്ട്പുട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മളിവിടെ എന്താണ് ഇവിടെ ഫോർ whom ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്, ജനങ്ങൾക്ക് കിട്ടിയ വരുമാനം വിതരണം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കുക. ഇപ്പോൾ ലാൻഡിലുള്ളവർക്ക് എന്താണ് കിട്ടും, റെന്റ് കിട്ടും. പിന്നെ ലേബർ ആണെങ്കിൽ വേജ് കിട്ടും, ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, ഓർഗനൈസേഷൻ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു സമ്പദ്വ്യവസ്ഥ സെൻട്രൽ പ്രോബ്ലംസ് ആൻഡ് ഓഫ് ആൻ എക്കോണമി, ഒരു സമ്പദ്വ്യവസ്ഥയിലെ കാതലായി പ്രധാന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്. എക്സാമിന് 5 മാർക്കിന് 8 മാർക്കിനൊക്കെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. A consumer wants to consume 2 goods. The price of 2 goods 4 and 4. The consumer income 20. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഉപഭോക്താവിന് 2 സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിൽ 2 സാധനങ്ങളുടെ വില 4 രൂപയാണ്. ഒന്നാമത്തെ സാധനത്തിന്റെ വിലയും 4 രൂപ, രണ്ടാമത്തെ സാധനത്തിന്റെ വിലയും 4 രൂപ. ദ കൺസ്യൂമർ ഇൻകം 20. ഒരു ഉപഭോക്താവിന്റെ വരുമാനം എത്രയാണ്, 20 രൂപയാണ്. റൈറ്റ് ഡൗൺ ആൾ ബണ്ടിൽസ്. തന്നിരിക്കുന്ന വരുമാനവും സാധനങ്ങളുടെ വിലയും ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധ്യമാകുന്ന എല്ലാ ബണ്ടിലുകളും രേഖപ്പെടുത്തുക. ഇക്വേഷൻസ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതുക. ഡ്രോ ദി ബഡ്ജറ്റ് ലൈൻ. ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ബണ്ടിലുകൾ അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന സമവാക്യം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് സാധനങ്ങളുടെ വിലയും അല്ലെങ്കിൽ വരുമാനം ഉപയോഗിച്ചിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് നോക്കാതെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എക്സാമിന് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. പബ്ലിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാധനങ്ങളുടെ വില. ഗുഡ് 1, ഒന്നാമത്തെ സാധന വില എത്ര രൂപയാണ്, അതായത് X1 ഒന്നാമത്തെ സാധനത്തിന്റെ വില 4 രൂപ. X2 രണ്ടാമത്തെ സാധനത്തിന്റെ വിലയും എത്രയാണ്, 4 രൂപ. സാധനം 1ന്റെ വിലയും 4 രൂപ, സാധനം 2ന്റെ വിലയും 4 രൂപ. ഇനി ഉപഭോക്താവിന്റെ വരുമാനം അതായത് ഇൻകം അല്ലെങ്കിൽ അയാളെ ബഡ്ജറ്റ് എന്ന് പറയാം, എത്രയാണ്, 20 രൂപ. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കേണ്ടത്,
എല്ലാ ബണ്ടിലുകളും നിർമ്മിക്കേണ്ടത്. 20 രൂപയാണ് അയാളുടെ വരുമാനം എന്ന് പറഞ്ഞ്. സാധനം 1ന്റെ വില 4 രൂപ, സാധനം 2ന്റെ വിലയും 4 രൂപ. ഇത് ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ ബണ്ടിലുകളും നമുക്ക് രേഖപ്പെടുത്തി നോക്കാം. ഒന്നാമത്തത് 00. ഈ ഒരു ബണ്ടില് ഉപഭോക്താവിന് ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? അയാളുടെ കയ്യിൽ 20 രൂപ വരുമാനമുണ്ട്, എന്നാൽ അയാൾക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 സാധനം വാങ്ങിയിട്ടില്ല, എന്നാൽ 00 എന്നൊരു ബണ്ടിലും അയാൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് 10. ഒന്നാമത്തെ സാധനം ഗുഡ് 1 1 യൂണിറ്റും അല്ല എന്താണ് 1 യൂണിറ്റും, ഗുഡ് 2 0 ആണ് വാങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ 0 രണ്ടാമത്തെ സാധനം നമ്മൾ വാങ്ങിയിട്ടില്ല. ഇനി അടുത്തൊരു ബണ്ടില് 01. ഇങ്ങനെ ഒരു ബണ്ടിൽ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇനി അടുത്തെന്ത് നിർമ്മിക്കാം? 1 1, അതായത് 2 സാധനങ്ങളും ഓരോ യൂണിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് 1 2 2 1. തന്നിരിക്കുന്ന വരുമാനം ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ബണ്ടിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 00 10 01 11 12 21 22 02 20 03 30 04 40 13 31 50 05 41 14 32 23 അങ്ങനെ കുറച്ച് ബണ്ടിലുകളോടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഡൗൺ ആൾ ബണ്ടിൽസ് എന്നാണ്. എല്ലാ ബണ്ടിലുകളും എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി, എല്ലാ ബണ്ടിലുകളും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഇക്വേഷൻസ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിനെ സമവാക്യം എഴുതാനാണ് പറഞ്ഞത്. ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M. P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില, ഗുഡ് 1ന്റെ പ്രൈസ്. x1 എന്ന് പറഞ്ഞാൽ ഗുഡ് 1ന്റെ യൂണിറ്റ്, ക്വാണ്ടിറ്റി ഓഫ് ദി ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പറയാവുന്നത്. P2 പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ രണ്ടാമത്തെ സാധനത്തിന്റെ വില, പ്രൈസ് ഓഫ് 2 എന്നാണ് സെക്കൻഡ് ഗുഡ്, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ വരുമാനം. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അതിൻ്റെത്? 4x1 പ്ലസ് 4x2 ഈക്വൽ ടു 20. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ് ബണ്ടിലുകളും മറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നെ കിട്ടുക. 4x1 ഒന്നാമത്തെ സാധന വില 4 രൂപയാണെന്ന് പറഞ്ഞ്, രണ്ടാമത്തെ സാധന വില 4 രൂപ. M എന്ന് പറഞ്ഞാൽ ഇങ്കാണ്, വരുമാനം എത്രയാണ്? 20. 4x1 പ്ലസ് 4x2 ഈക്വൽ ടു 20 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഇനി മൂന്നാമത് ഡ്രോ ദി ബഡ്ജറ്റ് ലൈൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ബണ്ടിലുകൾ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി എക്സൈസും വൈ എക്സ് ഒക്കെ രേഖപ്പെടുത്തി. x1 ഒന്നാമത്തെ സാധന അളവ് നമ്മൾ താഴെയാണ് രേഖപ്പെടുത്തുക. 1 2 3 4 നമുക്ക് 4 യൂണിറ്റ് വരെ കിട്ടുന്നുണ്ട്, 5 യൂണിറ്റ് വരെ നമുക്ക് കിട്ടും. അതുപോലെ x2ന്റെ അളവ് നമുക്ക് എത്ര യൂണിറ്റ് വരെ കിട്ടുന്നുണ്ട്? 5 യൂണിറ്റ് വരെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ കിട്ടിയിട്ടുണ്ട് 00 എന്നൊരു ബണ്ടിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 00 എന്നൊരു ബണ്ടിലാണെങ്കിൽ x1ന്റെ അളവും 0, x2ന്റെ അളവും 0 ആണ്. അപ്പോൾ ഈ ബണ്ടിൽ ഇവിടെയാണ് രേഖപ്പെടുത്തുക. ഇനി അടുത്തത് 10. ഒന്നാമത്തെ സാധനം 1 യൂണിറ്റ്, രണ്ടാമത്തെ സാധനം 0 ആണ്, അപ്പോൾ ഇവിടെ ആയിരിക്കും. അടുത്തതോ 01. ഒന്നാമത്തെ സാധനം 0യും രണ്ടാമത്തെ സാധനം 1 യൂണിറ്റും. അടുത്തതോ 11 എന്നൊരു ബണ്ടിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുക. x2ന്റെ നേരെയും x1ന്റെ നേരെയും 1 ഇവിടെ രേഖപ്പെടുത്തി. ഇനി അടുത്തത് ഏതാണ് നമുക്ക് കിട്ടിയുള്ളത്? 1 2. ഒന്നാമത്തെ സാധനം 1 യൂണിറ്റും രണ്ടാമത്തെ സാധനം 2 യൂണിറ്റ്. ഗുഡ് 2 2 യൂണിറ്റ്, ഗുഡ് 1 1 യൂണിറ്റ്. അടുത്തതോ 21. എവിടെയാണ് കിട്ടുക? ഇവിടെ. അടുത്തത് 2 2 02 20. നമ്മൾ കിട്ടിയിരിക്കുന്ന ബണ്ടിലുകളൊക്കെ നമ്മളിവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഏറ്റവും പുറമേ കാണുന്ന ബണ്ടിലുകളെ നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് കർവ് വരയ്ക്കുകയാണ്. അതാണ് ഇതിന്റെ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വരുമാനം മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാങ്ങാൻ സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ വരുമാനം മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ സാധ്യമായിട്ടുള്ള ബണ്ടിലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കർവ് വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാങ്ങാൻ സാധ്യമായിട്ടുള്ള ഇവിടെ എന്താണ് 50 എന്നൊരു ബണ്ടിലുണ്ട്, ഇവിടെ 41, അടുത്തതോ 32 23 14 05. ഈ ബണ്ടിലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഞാനൊരു കർവ് വരയ്ക്കുകയാണ്.
കർവ് വരച്ചു കഴിഞ്ഞു. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ബഡ്ജ് ലൈൻ. അങ്ങനെ ബഡ്ജ് ലൈനിന്റെ സമവാക്യം നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ട്? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു 20 M. രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്ന ബണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ബഡ്ജ് ലൈന്? 4x1 പ്ലസ് 4x2 ഈക്വൽ ടു 20 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബഡ്ജ് ലൈന് വരച്ചു കഴിഞ്ഞു. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. വിഭേദകാനുപാത നിയമം ഒരു ചിത്രത്തിന്റെ സഹായത്തിൽ പ്രതിപാദിക്കുക. സ്റ്റേറ്റ് ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. എക്സാമിന് 8 മാർക്കും ചോദ്യം വരുന്ന ഭാഗമാണിത്. നമുക്ക് എക്സാമിന് 8 മാർക്ക് ചോദ്യം വരുന്നത് x1ഉം TPയും തരും. എന്നിട്ട് നമ്മളോട് AP MP കണ്ടെത്താൻ വേണ്ടിയും അതിന് ചിത്രം വരയ്ക്കാൻ വേണ്ടിയും അതിന് 3 സ്റ്റേജസ് വിവരിക്കാൻ വേണ്ടിയുമാണ് തരാറുള്ളത്. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ മുമ്പുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് വിഭേദകാനുപാത നിയമം അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് നമ്മൾ എഴുതണം. ഒരു ചിത്രം വരച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എക്സ്പ്ലെയിൻസ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് വെൻ വൺ വേരിയബിൾ ഇൻപുട്ട് ഈസ് ചേഞ്ച്ഡ് ആൻഡ് അതർ ഇൻപുട്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത് മറ്റ് നിവേശങ്ങൾ സ്ഥിരമാക്കി നിലനിർത്തിക്കൊണ്ട് ഒരു നിവേശത്തിന്റെ, അതായത് 2 ഇൻപുട്ട് അല്ലെങ്കിൽ 2 നിവേശങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, x1ഉം x2ഉം, ഒരു നിവേശത്തിന്റെ അളവിൽ മാത്രം വർധന വരുത്തിക്കൊണ്ടിരുന്നാൽ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ സീമാന്ത ഉൽപ്പന്നം അഥവാ മാർജിനൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങുന്നു. ഇതിനെ അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം അല്ലെങ്കിൽ വിഭേദകാനുപാത നിയമം എന്ന് പറയും. മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും. സ്ഥിര ഉൽപാദന ഘടകങ്ങളോട് വിഭേദക ഉൽപാദന ഘടകത്തിന്, സ്ഥിര ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ഥിര ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഉൽപാദനത്തിന്റെ എത്ര അളവ് വർദ്ധിച്ചാൽ പോലും അവിടെ ഒരു ഇൻപുട്ട് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അതിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. നമ്മൾ വേരിയബിൾ ഇൻപുട്ടും ഫിക്സഡ് ഇൻപുട്ടും പഠിച്ചിട്ടുണ്ട്. ഒരു ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മൾ ഇൻപുട്ടുകൾ എന്ന് വിളിക്കും. എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്, കുറഞ്ഞ കാലം കൊണ്ട് മാറ്റത്തിന് വിധേയമാക്കാത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹ്രസ്വകാല പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഹ്രസ്വകാലത്ത് അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ടിലും മാറ്റം സംഭവിക്കില്ല. ഏതെങ്കിലും ഒരു ഇൻപുട്ടിന് മാത്രം മാറ്റമേ സംഭവിക്കുള്ളൂ. മറ്റൊരു ഇൻപുട്ട് സ്ഥിരമായി നിലനിൽക്കും. ഒരു ഇൻപുട്ട് സ്ഥിരമായി നിലനിർത്തുകയും മറ്റ് ഇൻപുട്ടിന്റെ അളവിൽ മാറ്റം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ മാർജിനൽ റേറ്റ് പ്രൊഡക്റ്റ് അഥവാ MP കുറയാൻ തുടങ്ങുന്നു. TP ആദ്യം ഉയർന്ന നിരക്കിൽ വർദ്ധിക്കും, പിന്നീട് ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ കുറയാൻ തുടങ്ങുന്നു. അതുപോലെ AP ഒരു നിശ്ചിത ഘട്ടം വരെ വർദ്ധിക്കുകയും പിന്നീട് കുറയാനും തുടങ്ങുന്നു. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അഥവാ വിഭേദകാനുപാത നിയമം എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഇവിടെ നമ്മളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, TP AP MP. എക്സാമിന് ചോദിക്കുക x1ഉം TPയും തന്നിട്ട് AP MP കണ്ടെത്താൻ വേണ്ടിയാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചിത്രം വരയ്ക്കാൻ സാധിക്കുള്ളൂ അളവുകൾ ഉപയോഗിച്ചിട്ട്. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ നേരെ TP AP MP തന്നിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മളോട് ലോ ഓഫ് വേരിയബിൾ വിശദീകരിക്കാൻ പറഞ്ഞത് ഒരു ചിത്രം വരച്ചിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മളിവിടെ TP ആദ്യം ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുന്നുണ്ട്, പിന്നെ കുറയുന്നുണ്ട്. AP ആദ്യം വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. MP അതുപോലെ ആദ്യം വർദ്ധിക്കുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കാം, ഇതിനെ സെക്കൻഡ് സ്റ്റേജ്, ഇത് തേർഡ് സ്റ്റേജ്. അപ്പോൾ ഈ 3 സ്റ്റേജിലുള്ള പ്രത്യേകത നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ നമ്മൾ ഇൻക്രീസ് റിട്ടൻഷൻ ഫാക്ടർ അഥവാ വർദ്ധമാന പ്രത്യേക ഘട്ടം എന്ന് വിളിക്കും. ഒന്നാമത്തെ ഘട്ടത്തിൽ ഇത് 3ഉം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. TPയും APയും MPയും വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഒന്നാമത്തെ ഘട്ടത്തിന്റെ അവസാനത്തിൽ AP പരമാവധി പോയിന്റിലേക്ക്, മാക്സിമം പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. APയുടെ ഏറ്റവും ഉയർന്ന പോയിന്റ് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ MP എന്താണ്, അവിടുന്ന് വർദ്ധിക്കുകയും പിന്നീട് കുറയാനും തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വർദ്ധിക്കുകയും കുറയാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ TP എന്താണ്, ഇവിടുന്ന് ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക്, സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ TP പിന്നീട് ചെറിയ നിരക്കിൽ വർദ്ധിക്കുകയും രണ്ടാം സ്റ്റേജിന് അവസാനമായപ്പോൾ മാക്സിമം പോയിന്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ AP കുറയാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. MP എന്താണ്, കുറഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ 0യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താണ് പറയുക, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു ഫാക്ടർ അല്ലെങ്കിൽ ഡിമിനിഷൻ റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയും. രണ്ടാമത്തെ ഘട്ടത്തിൽ TP ചെറിയ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ APയും കുറയുന്നുണ്ട്, MPയും കുറയുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേജിൽ, തേർഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, തേർഡ് സ്റ്റേജിൽ നമ്മൾ നെഗറ്റീവ് റിട്ടേൺസ് എന്താണ് ഫാക്ടർ എന്ന് പറയും.
നെഗറ്റീവ് റിട്ടേൺസ് ഫാക്ടർ അഥവാ ഋണാത്മക പ്രത്യേക ഘട്ടം എന്ന് പറയും. ടി പി കുറയുണ്ട്, എ പി കുറയുണ്ട്, എം പി കുറയുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ എം പി നെഗറ്റീവ് ആയിട്ടുണ്ട്. എം പി എന്താണ് 0 കടന്നുപോയി താഴത്തേക്ക് പോയി നെഗറ്റീവ് ആയിട്ടുണ്ട്. എന്നാൽ ടി പിയും എ പിയും ഒരിക്കലും 0 നെഗറ്റീവ് ആകണില്ല. ടി പിയും എ പിയും കുറയുള്ളൂ, പക്ഷെ 0 നെഗറ്റീവ് ആകില്ല. എന്നാൽ എം പി എന്താണ് 0 നെഗറ്റീവ് ആകുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ പറഞ്ഞത്, ഇൻക്രീസ് റിട്ടേൺസ് ടു ഫാക്ടർ, രണ്ടാമത്തെ ഡിമിനിഷ് റിട്ടേൺസ് ടു ഫാക്ടർ, മൂന്നാമത്തെ നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. ഒന്നാമത്തെ ഘട്ടത്തിൽ 3 വർദ്ധിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ് ടി പി ചെറിയ തോതിൽ വർദ്ധിക്കുന്നുള്ളൂ, എന്നാൽ എ പി എം പിയും കുറയുന്നുണ്ട്. എന്നാൽ തേർഡ് സ്റ്റേജിൽ എന്താണ്, തേർഡ് സ്റ്റേജിൽ ടി പി കുറയുന്നുണ്ട്, എ പി കുറയുന്നുണ്ട്, എം പി കുറയുന്നുണ്ട്. എന്നാൽ തേർഡ് സ്റ്റേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് എം പി 0 ആയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകും തോറും എം പി നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ എ പിയും ടി പിയും ഒരിക്കലും 0 നെഗറ്റീവോ ആകുകയില്ല. ഇതാണ് നമ്മളെന്താണ് ഏകദേശം ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തതിനെ ഇൻക്രീസ് റിട്ടേൺസ് ടു ഫാക്ടർ അഥവാ വർത്തമാന പ്രത്യേക ഘട്ടമെന്നും, രണ്ടാമത്തത് ഡിമിനിഷ് റിട്ടേൺസ് ടു ഫാക്ടർ അഥവാ അപജയ പ്രത്യേക ഘട്ടമെന്നും, മൂന്നാമത്തത് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ അഥവാ ഋണാത്മക പ്രത്യേക ഘട്ടമെന്ന് വിളിക്കാവുന്നതാണ്. എക്സാമിന് 8 മാർക്കും ചോദ്യം വരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് X1ഉം ടി പിയും തരും, എന്നിട്ട് എ പിയും എം പിയും കണ്ടെത്താൻ വേണ്ടിയും അതിൻ്റെ എന്താണ് ചിത്രം വരയ്ക്കാനും പിന്നെ അത് 3 എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുക. ഇവിടെ ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് 3 എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പോയിന്റൊക്കെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, പക്ഷെ ഇത് 3ഉം ഞങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നോട്ട് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക.